2025 തുടങ്ങി. മലയാള സിനിമയിൽ ഇനി റിലീസുകളുടെ ചാകരയാണ്. ഈ ജനുവരി മാസം തന്നെ ഒരുപാട് സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ഇപ്പൊ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും ഒക്കെ സിനിമകൾ വരാനിരിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ ഒരു മാസം ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് ഈ 3 പേരും ഒരുമിച്ചെത്തുന്ന ഒരു സിനിമയ്ക്കായാണ്. നാരായണീന്റെ മൂന്നാൺമക്കൾ. 2023 രോമാഞ്ചം ഒരു സർപ്രൈസ് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നില്ലേ? 2024 കിഷ്കിന്ദ കാണ്ഡം ഒരു സർപ്രൈസ് സൂപ്പർ ത്രില്ലർ ആയിരുന്നില്ലേ? അപ്പോ 2025 നാരായണീന്റെ മൂന്നാൺമക്കളും നിങ്ങളെ ഞെട്ടിച്ചേക്കാം. കാരണം രോമാഞ്ചവും കിഷ്കിന്ദ കാണ്ഡവും സമ്മാനിച്ച അതേ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഏറ്റവും പുതിയ സിനിമയാണിത്. മികച്ച ക്വാളിറ്റിയുള്ള തിരക്കഥകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ പുതുവർഷത്തിലെ ആദ്യ സിനിമയാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ. ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ശരൺ ഗോപാലും നിസ്സാരക്കാരനല്ല കേട്ടോ. നല്ലൊരു സെൻസിബിൾ ആയിട്ടുള്ള ഫിലിം മേക്കർ ആണെന്നാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറയുന്നത്. രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെ നാരായണീന്റെ മൂന്നാൺമക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ടീസർ മറ്റും കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത്. ജനുവരി 16 നാരായണിയുടെ മൂന്നാൺമക്കൾ റിലീസ് ചെയ്യും. മാർക്ക് മൈ വേർഡ്സ്, ഈ സിനിമ നിങ്ങളെ വിസ്മയിപ്പിച്ചിരിക്കും.